ചക്കിനു വച്ചത് കൊക്കിന്. പ്രഭാതസൂര്യന്റെ അരുണകിരണങ്ങൾ അരമനയ്ക്കുള്ളിലും എത്തിനോക്കി. രാജാവ് അരമനയുടെ മട്ടുപ്പാവിലുലാത്തുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ആ വിചിത്രമായ കാഴ്ച കണ്ടു. പുരോഹിതനായ തഥാചാരി ഒരു കഴുതയെപ്പോലെ തെനാലിരാമനെ ചുമന്നുകൊണ്ടുവരുന്നു. തെനാലിരാമൻ ചുമലിലിരുന്ന് കുണുങ്ങുന്നുണ്ട്. റോഡിനിരുവശത്തും രാജപുരോഹിതനെ കളിയാക്കി ചിരിക്കുന്ന ജനങ്ങൾ. താൻ വളരെയേറെ ബഹുമാനിക്കുന്ന രാജപുരോഹിതനെ അപമാനിച്ചവൻ ആരായാലും അവനെ ശിക്ഷിച്ചേ മതിയാകൂ എന്ന് രാജാവ് തീരുമാനിച്ചു. അദ്ദേഹം 2 ഭടന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വഴിയിലേക്കിറങ്ങിച്ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനെ ചുമന്നുകൊണ്ടുവരുന്നത് കാണും. അവിടെ ചെന്നു നിങ്ങൾ ഒന്നും പറയാതെ തോളത്തിരിക്കുന്നവനെ വലിച്ച് താഴത്തിട്ട് നല്ല 4 അടി വച്ച് കൊടുക്കണം. മറ്റവനെ ഇവിടെ ഹാജരാക്കുകയും വേണം. ഭടന്മാർ ഉടനെ പുറപ്പെട്ടു. രാജാവിന്റെ നോട്ടവും ആംഗ്യങ്ങളും കണ്ട തെനാലിരാമന് തന്റെ കാര്യം കുഴപ്പത്തിലായെന്ന് മനസ്സിലായി. രാമൻ പെട്ടെന്ന് അടവു മാറ്റി. അയാൾ രാജപുരോഹിതന്റെ ചുമലിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു വണങ്ങി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് അടിയനെ ഇത്രനേരം ചുമന്നതിന് പരിഹാരമായി അങ്ങയെ ഇനി അടിയൻ ചുമക്കാം. വിഡ്ഢിയായ രാജപുരോഹിതൻ ഉടനെ സന്തോഷപൂർവ്വം തെനാലിരാമന്റെ തോളത്തു കയറി ഇരിപ്പായി. രാമൻ നടന്നു തുടങ്ങി. 2 അടി നീങ്ങിയതേ ഉള്ളൂ. 2 ഭടന്മാർ ഓടിവന്ന് രാജപുരോഹിതനെ തെനാലിരാമന്റെ തോളത്തു നിന്നും വലിച്ച് താഴെയിട്ട് നല്ല 4 അടി വച്ച് കൊടുത്തു. രാജപുരോഹിതൻ എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്നറിയാതെ അമ്പരന്ന് വായും പൊളിച്ച് ആകാശത്തേക്ക് നോക്കി അവിടെ കിടന്നു. മുമ്പൊരിക്കൽ താൻ ഭടന്മാരെ വിട്ട് തെനാലിരാമനെ മർദ്ദിപ്പിച്ച കാര്യം അപ്പോൾ തഥാചാരിയുടെ ഓർമ്മയിലെത്തി.